പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് പ്രൈം ടൈം ന്യൂസ് തുടങ്ങുന്നത്. ക്രൂരതയ്ക്ക് ഇരട്ടി ശിക്ഷ. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെയും 7ാം പ്രതിയുടെയും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി. 6ാം പ്രതി ജീവപര്യന്തവും 6 മാസം അധിക തടവും അനുഭവിക്കണം. വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷാ ഇളവോ പരോളോ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചു. ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകൻ അഭിനന്ദന് 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും കെ രമ MLA പ്രതികരിച്ചു. നല്ല വിധിയാണ്, സ്വാഗതം ചെയ്യാണ്. ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് കൂടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയത്. ബ്രൂട്ടലി ആയിട്ടുള്ള കൊലപാതകമാണ്, ഏറ്റവും ഹീനമാണ്. രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൻ്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ്, ആ സന്ദേശം തന്നെയാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനം. ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും അപ്പീലുകൾ കോടതികളുണ്ട്, അതൊക്കെ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. വിനീത വിജി വിശദാംശങ്ങളുമായി. വിനീത, പ്രാകൃതമായ കൊലപാതകമെന്ന് കോടതി തന്നെ വിലയിരുത്തിയ കൊല, ഇതിൽ രാഷ്ട്രീയ കൊലപാതകം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, അത് സാധാരണമെന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ അത് അറുതി വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ കോടതി നിരീക്ഷിച്ച ആ കൊലക്കേസിൽ ഈ ശിക്ഷാവിധി ഉയർത്തിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ കേസിൽ 1 മുതൽ 5 വരെ പ്രതികൾക്കും 7ാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം നൽകിയിരിക്കുന്നത്. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, ഒപ്പം K ഫിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം. ഈ ശിക്ഷാ കാലാവധി കഴിയാതെ പ്രതികൾക്ക് ഇളവ് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം. 8ാം പ്രതി KC രാമചന്ദ്രൻ, 11ാം പ്രതി മനോജൻ എന്നിവരും ഇളവില്ലാതെ അവർ 20 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. പ്രതികൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷാ കാലാവധി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 20 വർഷം എന്ന് പറയുന്നത്. വിചാരണ കോടതി ഒഴിവാക്കിയ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തവും കേസിലെ 6ാം പ്രതി S സിജിത്തിന് ജീവപര്യന്തവും 6 മാസം തടവും ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. ഈ പ്രതികൾ കെ രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകന് 5 ലക്ഷം രൂപയും നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും കെ രമ ഈ വിധി കേട്ടുവന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കുടുംബത്തിലെ സാഹചര്യവും ആരോഗ്യനിലയും ഒക്കെ പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഒപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് സമൂഹത്തിൽ ഒരു സാധാരണ കാര്യമാണ് എന്ന തരത്തിൽ ഒരു ധാരണയുണ്ട് എങ്കിൽ അതിനൊരു അറുതി വരുത്തേണ്ട ഒരു കാര്യം കൂടി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലുണ്ട് എന്നും അങ്ങനെയെങ്കിൽ ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഉയർത്തിയിരിക്കുന്നു, ഇരട്ട ജീവപര്യന്തം. ഒപ്പം തന്നെ നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 2 പ്രതികൾക്ക് കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം കൂടാതെ പിഴത്തുകയും ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തിയതിലൂടെ CPIഎമ്മിന്റെ വാദങ്ങൾ പൊളിഞ്ഞെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗൂഢാലോചന കേസുകളിൽ വിശദമായ അന്വേഷണം വേണം, വ്യാജപ്രചാരണം എന്തിനായിരുന്നുവെന്ന് CPIഎം വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം കേസിൽ CPIഎമ്മിന് പങ്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കി. നിരപരാധികളായ പാർട്ടി നേതാക്കളെ കേസിൽപ്പെടുത്തുകയായിരുന്നു. PK കുഞ്ഞനന്ദൻ ഒരാളെപ്പോലും വേദനിപ്പിക്കാത്തയാളാണ്. സഖാക്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. അതുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് UDF ആ കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ, പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടിയെ അതിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു. നിരപരാധികളായിട്ടുള്ള പാർട്ടി നേതാക്കളെയും CPM പ്രവർത്തകരെയും അനാവശ്യമായൊരു കേസിൽപ്പെടുത്തിയാൽ ആ കേസിൽ CPM ഇടപെടേണ്ടി വന്നു. അങ്ങനെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്, അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധി നല്ലവണ്ണം പഠിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. യഥാർത്ഥത്തിൽ ഈ വിധി നീതിയാണ്, ന്യായമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിധിയിലൂടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നു. ഒന്ന്, അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്നുള്ളത് ഹൈക്കോടതിയും ശരിവെച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് നിരപരാധികളെ കുറ്റക്കാരാക്കുകയാണ്.
വ്യാജ തെളിവുകളുണ്ടാക്കി. ഇതൊക്കെയായിരുന്നു CPM അന്നത്തെ ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ടും പറഞ്ഞ ആക്ഷേപങ്ങളും. അതെല്ലാം പൊളിഞ്ഞു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, CPIM സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നതാണ്. ആ വാർത്തയിലേക്കാണ് ഇനി. സ്ഥാനാർത്ഥികൾ തയ്യാർ. സംസ്ഥാനത്ത് CPIM മത്സരിക്കുന്ന 15 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു മന്ത്രി ഉൾപ്പെടെ 4 സിറ്റിംഗ് MLA-മാർ മത്സരത്തിനിറങ്ങും. പാലക്കാട് പൊളിറ്റ് ബ്യൂറോ അംഗത്തെയും കണ്ണൂരിലും കാസർകോട്ടും ജില്ലാ സെക്രട്ടറിമാരെയുമാണ് CPIM രംഗത്തിറക്കിയത്. 15 സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും MLA-യുമായ വി ജോയി, കൊല്ലത്ത് M മുകേഷ് MLA, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ മത്സരിക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് 3-ാം അംഗം. എറണാകുളത്ത് പുതുമുഖം KJ ഷൈൻ. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥാണ് മത്സരിക്കുക. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി K രാധാകൃഷ്ണൻ ഇറങ്ങും. പാലക്കാട് PB അംഗം A വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസ LDF-ന് വേണ്ടി മത്സരിക്കും. KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം ഇങ്ങനെ. KS ഹംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും കോഴിക്കോട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K മുരളീധരനെ KK ശൈലജ നേരിടും. കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായ MV ജയരാജനും MV ബാലകൃഷ്ണനും മത്സരിക്കും. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുതെന്ന് MV ഗോവിന്ദൻ. BJPയെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്. കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു സീറ്റും BJPക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ കേരള രാഷ്ട്രീയത്തിലില്ല. മാർച്ച് 10-നകം എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാക്കും. 24 തിരുവനന്തപുരം. ഉറച്ച വിജയപ്രതീക്ഷയാണ് ഇടത് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. 2019-ലുണ്ടായ തിരിച്ചടി ഇത്തവണ മറികടക്കുമെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം അവിടെയുള്ളത്. നമ്മൾ 2004-ൽ കണ്ടൊരു ചിത്രമുണ്ട്. അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം എന്നുള്ള ഒരു സംഭവമില്ല. 100% വിജയ പ്രതീക്ഷയുണ്ട്. പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യുമോ? ചാലക്കുടിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ പ്രതീക്ഷ മാത്രമല്ല, ആത്മവിശ്വാസമാണ് പ്രധാനം. നല്ല വിജയപ്രതീക്ഷയാണ്. ഇതിനകം തന്നെ വിജയപ്രതീക്ഷ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ പൊന്നാനിയുടെ വിവിധ മേഖലകളിലെ ജനങ്ങൾ ഹർഷാരവം, അവരുടെ അകമഴിഞ്ഞ സ്വാഗതം എല്ലാം അതിൻ്റെ തെളിവാണ്. ഒരുപാട് വികസന സാധ്യതയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ വേണ്ടത്ര വികസനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് വടകരയുടെ സാധ്യതകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ അതിൻ്റെ കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3-ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലിയെ ധരിപ്പിച്ചതായി നേതാക്കൾ പറഞ്ഞു. ഇതിനിടെ സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും രംഗത്തെത്തി. 3-ാം സീറ്റിന് പകരം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP എന്നിവർ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ ധരിപ്പിച്ചു. രാജ്യസഭാ സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ തങ്ങളും തൃപ്തനാണ് എന്നാണ് വിവരം. അന്തിമ തീരുമാനമെടുക്കാൻ നാളെ മുസ്ലിം ലീഗ് നേതൃയോഗം പാണക്കാട് ചേരും. UDF-ൽ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആ പ്രപ്പോസൽ ഞങ്ങളിപ്പോൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ക്ലിയറൻസ് വേണം, കോൺഗ്രസിന് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് വേണം. അതല്ലാതെ ഈ ഘട്ടത്തിൽ പറ്റൊന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MPയെ മത്സരിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. നിലവിലെ മലപ്പുറം MP അബ്ദുസമദ് സമദാനിയെ പൊന്നാനിയിൽ നിന്ന് മത്സരിപ്പിക്കണോ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. യൂത്ത് ലീഗിന് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് സംസ്ഥാന നേതാക്കൾ സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തി. എന്നാൽ ആരെ പരിഗണിക്കണമെന്നതിൽ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനത്തിലെത്താനായില്ല. ചർച്ചയിൽ PK ഫിറോസിന്റെയും ഫൈസൽ ബാബുവിന്റെയും പേരുകൾ ഉയർന്നു. അന്തിമ തീരുമാനം ലീഗ് നേതൃത്വത്തിന് വിട്ടു. തുടർച്ചയായി നില മെച്ചപ്പെടുത്തിയിട്ടും മുന്നണിയിൽ ഈ പരിഗണന മതിയോ എന്ന് ലീഗ് തന്നെ ആലോചിക്കണമെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. 24 മലപ്പുറം.
പ്രധാനമന്ത്രി തലസ്ഥാനത്ത്. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കേരളമടക്കമുള്ള ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അതേ പുരോഗതി കേരളത്തിലും ലഭിക്കാൻ കേന്ദ്രം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ച അനുകരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള സംസ്ഥാന BJPയുടെ ഔദ്യോഗിക തുടക്കമായി സമ്മേളനം മാറി. 3ാം തവണയും പ്രധാനമന്ത്രി പദം ഉറപ്പിച്ച മട്ടിലായിരുന്നു നരേന്ദ്രമോദിയുടെ 39 മിനിറ്റ് നീണ്ട പ്രസംഗം. പ്രസംഗത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനും CPIM-നും നിശ്ചിത വിമർശനം. കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുന്ന CPIM-ഉം കോൺഗ്രസും കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണെന്ന് പ്രധാനമന്ത്രി. परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है. कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है. केरला में उनकी भी सरकार इसी मॉडल पे चल रही है. 2019-ൽ BJP-യിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ 2024-ൽ വിശ്വാസമായി മാറി. ഇത്തവണ BJP-യെ കേരളം പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിന്റെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ മോദി പ്രതിജ്ഞാബദ്ധനാണെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തോടും BJP വിവേചനം കാണിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി. BJP ने कभी केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है. PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJP ലയിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. ശ്രീമാൻ PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം ഔപചാരികമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചിരിക്കുകയാണ്. ശബരിമല ഉൾപ്പെടുന്ന പ്രദേശം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്നും PC ജോർജ്. ഹൈക്കോടതിയുടെ ഒരു 2 ബെഞ്ച് ഈ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചാൽ ഒരു 400 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പ്രവർത്തകരുടെ വൻ കരഘോഷത്തോടെ വേദിയിലേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരുന്നത് കല്ലുകടിയായി. ഇക്കൊല്ലം ഇതാ 3ാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. കോൺഗ്രസിനെയും CPIM-നെയും അവർ നേതൃത്വം നൽകുന്ന മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി BJP-യുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 370-ലധികം സീറ്റ് നേടുന്നതിനായി കേരളത്തിൽ നിന്നുള്ള പിന്തുണ അഭ്യർത്ഥിച്ചാണ് നരേന്ദ്രമോദി വേദി വിട്ടത്. മനീഷിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി മന്ത്രി P. രാജീവ്. കടമെടുക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പമാണോ കേരളത്തിനെതിരാണോ എന്ന് വ്യക്തമാക്കണം. BJP-യും കോൺഗ്രസും കേരളത്തിന് വിരുദ്ധമായി നിൽക്കുന്നുവെന്നും P. രാജീവ് കുറ്റപ്പെടുത്തി. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഭരണഘടനാപരമായി തന്നെ കടമെടുക്കാനുള്ള അവകാശം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നു, സാമ്പത്തികമായി ഞെരുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിനൊപ്പമാണോ അല്ലയോ? കേരളത്തിന് വിരുദ്ധമായി BJP കോൺഗ്രസ് നിൽക്കുന്നു. കേരളത്തിനൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അണിനിരത്താൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വന്നാലും BJP കേരളത്തിൽ ജയിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട്. മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ലെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. 24-ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലായിരുന്നു വിമർശനം. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മയാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ജയിക്കില്ലെന്ന ആമുഖത്തോടെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ തുടക്കം. നരേന്ദ്രമോദി എത്ര തവണ വന്നിട്ടും കാര്യമില്ലെന്നും മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ലെന്നും പരിഹാസം. ഒരിക്കലും BJP ജയിക്കില്ല. BJPക്ക് ഒരിക്കലും നിലനിർത്താനാകാത്ത 20 MPമാരെ മാത്രം ജയിപ്പിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട യുദ്ധക്കളം വിട്ട് രാഹുൽ ഗാന്ധി ഓടി വരുമ്പോൾ എന്താണ് അർത്ഥം? 3ാം സീറ്റ് വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ലീഗിനെ ഇപ്പോൾ LDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നത് രാഷ്ട്രീയ പക്വതയില്ലാത്ത നടപടിയാകുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. മുസ്ലിം ലീഗിന് UDF-ൽ ഏറെക്കാലം തുടരാനാകില്ലെന്നും ബിനോയ് വിശ്വം. അങ്ങനെ തിരക്ക് പിടിച്ച് ലീഗിനെ ആ പക്ഷം വിട്ട് ഈ പക്ഷമാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സംഭവിച്ചതെന്താ? അപ്പോൾ അതുകൊണ്ട് അപക്വമായിട്ടുള്ള പ്രസ്താവനകളോ ക്ഷണങ്ങളോ ഒന്നും ഗുണകരമായിരിക്കില്ല.
തന്നെ അത് പാകപ്പെടും. മുഖ്യമന്ത്രി LDFന്റെ മുഖമായതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ നടക്കുന്നതും രാഷ്ട്രീയ ആക്രമണം. ഇതെല്ലാം രാഷ്ട്രീയമായി നേരിടും. LDF രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ മുഖം മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നിർവീര്യമാക്കുക, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തീർക്കുക, അതൊക്കെ ഉള്ളത് രാഷ്ട്രീയ നീക്കമാണ്. ആ രാഷ്ട്രീയ നീക്കത്തെ അങ്ങനെ വേണം എതിർക്കാൻ. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മയാണെന്നും കുറ്റപ്പെടുത്തൽ. ഇടതുപക്ഷം ആ ചോദ്യം പോസ്റ്റ് ചെയ്തു. അവിടെ അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ വിവേകം, രാഷ്ട്രീയ ബുദ്ധി അത് പരീക്ഷിക്കപ്പെടുകയാണ്. CPIM CPI ബന്ധം ഇപ്പോൾ നല്ല ഐക്യത്തിലാണെന്നും പരസ്പരം തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ രണ്ടു പാർട്ടികളും നീങ്ങുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് മലയാളി തിളക്കം. ഇന്ത്യയുടെ അഭിമാന ഗഗൻയാൻ ദൗത്യത്തെ മലയാളി നയിക്കും. പാലക്കാട് സ്വദേശിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ദൗത്യ സംഘത്തലവൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗഗൻയാൻ സംഘത്തെ പരിചയപ്പെടുത്തിയത്. 1800 കോടിയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ 4 അംഗ സംഘമാണ് രാകേഷ് ശർമ്മയ്ക്കൊപ്പം ത്രിവർണ്ണ പതാകയുമായി ബഹിരാകാശത്തേക്ക് പറക്കുന്ന ഭാരതീയർ. പ്രശാന്ത് ബി നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻഷു ശുക്ല. സംഘത്തെ നയിക്കുന്നത് മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായർ. 2019 മുതൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കഠിന പരിശീലനത്തിലായിരുന്ന സംഘത്തെ പരിചയപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഭിമാനകരമായ നിമിഷമാണിതെന്നും പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പേരുകൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ യാത്രികരുടെ മുന്നിൽ ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടെന്നും സെൽഫിയും ഓട്ടോഗ്രാഫുമായി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പുതുതായി സ്ഥാപിച്ച ട്രൈസോണിക് വിൻഡു ടണൽ, ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പൂർത്തിയാക്കിയ PSLVക്കുള്ള ഇന്റഗ്രേഷൻ ഫെസിലിറ്റി സെന്റർ, തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ സജ്ജീകരിച്ച സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിനുകൾക്കുള്ള സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി സെന്റർ എന്നിവ ISROയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് കരുത്താകും. അടുത്ത വർഷം അവസാനത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ഇസ്രോയുടെ ശ്രമം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കാനൊരുങ്ങുന്ന 4 അംഗ സംഘത്തെ അറിഞ്ഞത് മുതൽ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് പാലക്കാട് നെന്മാറ ഗ്രാമം. നാട്ടുകാരനായ പ്രശാന്ത് ബി നായർ സംഘത്തലവനായതിലെ ആഹ്ലാദം നെന്മാറ പഴയ ഗ്രാമത്തിലെ ആളുകൾക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി ജോലി ചെയ്യുകയാണ് പ്രശാന്ത്. പ്രശാന്ത് തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരുടെ പേരുകൾ പുറത്തുവരുമ്പോൾ വേലകളുടെ നാടായ നെന്മാറ അഭിമാനത്തിന്റെ പരകോടിയിൽ. ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ തലവൻ നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ വ്യോമസേനയിൽ സ്ക്വാഡ് ലീഡർ റാങ്കിലുള്ള ഓഫീസറാണ്. നിലവിൽ സുഖോയ് 30 MKI എന്ന ഇന്ത്യയുടെ മുൻനിര ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ്. 2020 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി പ്രശാന്ത് അടക്കം 4 പേരെയും തിരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് സെന്ററിൽ അടിസ്ഥാന പരിശീലനത്തിന് അയച്ചു. തിരിച്ചെത്തിയതിനു ശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനത്തിനിടയിലാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത്. 1998 സ്ക്വാഡ് ഓഫ് ഹോണർ US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ 1ാം റാങ്ക് തുടങ്ങിയ നേട്ടങ്ങളോടെയാണ് 1999 സേനയുടെ ഭാഗമായത്. വിളമ്പിൽ ബാലകൃഷ്ണന്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനാണ് പ്രശാന്ത്. കൺമുന്നിൽ കളിച്ചു വളർന്ന കൊച്ചുബാലൻ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിന്റെ തലവനായി ഉയരുമ്പോൾ അയൽവാസികളുടെയും നാട്ടുകാരുടെയും ആഹ്ലാദം ബഹിരാകാശത്തോളമാണ്. ദൗത്യം ജയിച്ചു വരുന്ന പ്രശാന്തിനെ സ്വീകരിക്കാൻ നാട്ടുകാർ ഇപ്പോഴേ ശ്രമം തുടങ്ങി. 24 പാലക്കാട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ആശങ്കയിൽ. കോൺഗ്രസിന് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് BJP അവകാശപ്പെട്ടു. 9 കോൺഗ്രസ് MLA-മാർ ക്രോസ് വോട്ട് ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. 68 അംഗ സഭയിൽ 40 MLA-മാരുള്ള കോൺഗ്രസ് മനു അഭിഷേക് സിംഗ്വിയെയും 25 MLA-മാരുള്ള BJP ഹർഷ് മഹാജനെയുമാണ് മത്സരിപ്പിച്ചത്. കർണാടകയിൽ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും ജയിച്ചുവെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ 10 രാജ്യസഭാ സീറ്റുകളിലേക്ക് വോട്ടെണ്ണൽ തുടരുകയാണ്. 3 സംസ്ഥാനങ്ങളിലായി 15 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി.
ബൽറാം, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊക്കെയും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നതാണ് വിവരം. അതിൽ തന്നെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് സംഭവിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. 9 കോൺഗ്രസ് MLA-മാർ BJPക്ക് ക്രോസ് വോട്ട് ചെയ്തു. ഇത് സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണോ? മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് എന്താണ്? അനുജ, 15 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 3 സംസ്ഥാനങ്ങളിലായി നടന്ന ആ വോട്ടെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് വ്യാപകമായി 3ഇടത്തും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കർണാടകയിലെ ഫലം വരുമ്പോൾ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിന് തങ്ങളുടെ 134 MLA-മാർക്ക് അപ്പുറമായി 4 പേരുടെ കൂടി പിന്തുണ ലഭിച്ചിരിക്കുന്നു. 2 പേർ BJP MLA-മാരാണ് കോൺഗ്രസിന് ക്രോസ് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നുള്ളത്. ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ വോട്ടെണ്ണൽ പൂർത്തിയായതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഉത്തർപ്രദേശിൽ BJPയുടെ 8 സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 8ാമത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ 8 വോട്ടുകളുടെ കുറവ് BJPക്ക് സംസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയിൽ നിന്നും ആ വോട്ടുകൾ ക്രോസ് വോട്ടായി വരികയും 8 പേരും വിജയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. 2 പേർ മാത്രമാണ് സമാജ്വാദി പാർട്ടിയുടെ 3 സ്ഥാനാർത്ഥികളിൽ വിജയിച്ചിരിക്കുന്നത്. രാംജി ലാൽ സുമനും ജയാ ബച്ചനും വിജയിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ. അതിൽ ഏറ്റവും നാടകീയമായി നീക്കം നടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. 40 വോട്ടുകളുള്ള കോൺഗ്രസിൽ ഇന്ന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? പലയിടത്തും ക്രോസ് വോട്ടിംഗ് നടത്തുന്നുണ്ട്. അതിന്റെ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.